കേരളം പൊതുവെ ലഹരിക്ക് അടിമയാണെന്ന് ചെറിയൊരു വാർത്തയല്ല. രണ്ട് കാലിൽ നടക്കാൻ പറ്റാത്ത തലമുറ രൂപപ്പെടുകയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിൻ്റെ ഫലമായി നിരവധിയായ അനർത്ഥങ്ങൾ നമ്മൾ കണ്ടുവരുന്നു. വെറുതെ പറയുന്നതല്ല. ഈ വർഷം ജനുവരിയും ഫെബ്രുവരിയും മാത്രമായി 67 കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത്. അതിൽ പകുതിയിലേറെയും ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും സ്വാധീനത്താലുള്ളതായിരുന്നു. കൊലപാതകത്തിൻ്റെ കാര്യം മാത്രമല്ല, കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം. ശരിക്കും പറഞ്ഞാൽ ദേശീയ ശരാശരിയേക്കാളും 4 ഇരട്ടി കേരളത്തിൽ ആത്മഹത്യയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും മദ്യവും മയക്കുമരുന്നും തന്നെയാണ്. പലപ്പോഴും നമ്മൾ കേട്ടതുപോലെ അറിഞ്ഞതുപോലെ നമ്മുടെയൊക്കെ പ്രാദേശിക ജീവിത വ്യവഹാരങ്ങളിൽ തന്നെയും ഇത്തരം വൃത്തികെട്ട വസ്തുക്കൾ വല്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കുഗ്രാമങ്ങളിൽ പോലും അത് സുലഭമായി ലഭിക്കുന്നു. വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതിൻ്റെ ഉപഭോക്താക്കളും വിതരണക്കാരുമായി മാറുന്നു.